ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിൽ സത്യം തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് സർവ്വമായ. നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ, റിയ ബാബു, മധു വാര്യർ, പ്രിറ്റി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,20,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 7,70,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇനി ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ആദ്യ ദിവസം 1,24,00,000 രൂപയായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം 1,35,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് മൂന്നാം ദിവസമായ ശനിയാഴ്ച 2,02,00,000 രൂപയാണ് ഈ സിനിമ കേരള പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാം ദിവസം എന്ന ശനിയാഴ്ചയും ഈ സിനിമയ്ക്ക് വളരെ മികച്ച കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഋഷഭ. സിനിമ ആദ്യ ശനിയാഴ്ച കൂടിയായ മൂന്നാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യ ദിവസം കേരളത്തിൽ 45 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപ മാത്രമാണ്. അങ്ങനെ വെറും 55 ലക്ഷം രൂപ മാത്രമാണ് 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിൽ തന്നെയാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലം നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 10ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 9ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 75 ലക്ഷം രൂപയാണ്. അങ്ങനെ 24,25,00,000 രൂപയാണ് ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 43 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ രഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, ബിയാന മോമിൻ, വിനീത്, നരേൻ, ബിനു പപ്പു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 36ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 23,73,00,000 രൂപയാണ് 36 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 48 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ ഡിസംബർ 30 സിനിമയുടെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 22ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 14 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 36,56,00,000 രൂപയാണ് ഈ സിനിമയുടെ 22 ദിവസത്തെ കേരള കളക്ഷൻ. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. സാക്ഷി വൈദ്യ, സംഗീത, ജോണി ആന്റണി, നിഷാന്ത് സാഗർ, നിയാസ് ബക്കർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 31 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 45 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അനിൽ കെ ജോബി സംവിധാനം ചെയ്ത ആഘോഷം എന്ന സിനിമയും ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയിരുന്നു. നരേൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, അജു വർഗീസ്, സ്വപ്ന പിള്ളൈ, ബോബി കുര്യൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 15,20,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ നായകനെ അരുൺ ബോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മിണ്ടിയും പറഞ്ഞും. അപർണ ബാലമുരളി, ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി ജോസഫ്, മാല പാർവതി, സോഹൻ സീനുവിലാലി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,10,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 7,70,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 12 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് തൂ മേരി മെൻ തേര മൈൻ തേര തൂ മേരി. സമീർ വിദ്വാൻ സംവിധാനം ചെയ്ത സിനിമയിൽ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, നീന ഗുപ്ത, ഷാക്കി ഷറോഫ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 4,45,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 15,50,00,000 രൂപയും വിദേശ കളക്ഷനായി 2 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 17,50,00,000 രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.